അഷ്ടമുടി കായലിൽ നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടി പോവാണ്. ഫുള്ള് ടൂൾസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ചൂണ്ടയും കാര്യങ്ങളൊക്കെ എടുത്ത് നേരെ കായലിലെത്തി. എന്നിട്ട് അകേഷിനെ വിളിക്കാൻ പോയപ്പോ അവൻ വീട്ടിൽ അടിച്ചുവായിരുന്നു. വീഡിയോ എടുക്കാൻ ഇറങ്ങിയപ്പോ അവന്റെ ആക്ടിങ്ങും കൂടി. അവനെയും കൂട്ടി കായലിലേക്ക് ചൂണ്ടിടാൻ പോയപ്പോ അരുൺ ചേട്ടൻ ഇവിടെ ചൂണ്ടിടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് ഏതൊക്കെ മീനിനെ പിടിക്കുന്ന ചേട്ടനോട് ചോദിച്ചപ്പോ പറഞ്ഞതാണ് ഹമൂർ, പിന്നെ വറ്റ. ഹമൂർ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ശ്രീജിത്തേട്ടൻ അവിടെ കൊഞ്ച് പിടിക്കാൻ വേണ്ടി പോയേക്കാണ്. നമുക്ക് പോയി നോക്കാം. അങ്ങനെ ചൂണ്ടയെ കോർക്കാൻ വേണ്ടി കൊഞ്ചിനെയൊക്കെ കോരി പിടിച്ചു. ഓർത്തിടാൻ കുറച്ച് കൊഞ്ചും ചാളയും നമ്മൾ കടയിൽ നിന്ന് സെപ്പറേറ്റ് വാങ്ങിയിട്ടുണ്ട്. ചൂണ്ടയിട്ട് കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ ശ്രീജിത്തണ്ണൻ ഫസ്റ്റ് മീൻ അടിച്ച്. ഇതേതാ മീനെന്ന് ചോദിച്ചപ്പോ പുള്ളിക്കാരൻ മീനിന്റെ പേര് പറഞ്ഞില്ലാട്ടാ. അതിന് വലിയൊരു കാരണമുണ്ട്. സംഭവം വഴിയെ പറഞ്ഞു തരാം. അങ്ങനെ ചേട്ടന്മാര് ചടപടയെന്ന് പിന്നെയും മീനെ പിടിക്കാൻ തുടങ്ങി. ഞാൻ ചൂണ്ട എറിയുന്നത് പോലും ശരിയാവുന്നില്ല. അപ്പോഴാണ് മീനിനെ പിടിക്കല്. ഹമൂറിനെ പിടിക്കുന്നു പറഞ്ഞ ചേട്ടൻ പായലിൽ കുടുങ്ങിയ ചൂണ്ട വലിച്ചെടുക്കുകയാണ്. അങ്ങനെ അകേഷിന്റെ ഫ്രണ്ടിന് അതേ മീൻ കിട്ടിയപ്പോ ഞാൻ അതിന്റെ പേര് ചോദിച്ചു. അണ്ടിക്കിളിയോ? അപ്പൊ നിങ്ങൾ ഇത്രയും നേരം അണ്ടിക്കിളിയോ പിടിച്ചോണ്ടിരുന്നത്? നിങ്ങളുടെ നാട്ടിൽ ഈ മീനിനെ എന്താ വിളിക്കാന്നൊന്ന് കമന്റ് ചെയ്യണേ. നമ്മളിവിടെ വന്നിട്ട് വെറും അണ്ടിക്കിളി മാത്രമേ കിട്ടിയുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. അങ്ങനെ തൊട്ടപ്പുറത്തുള്ള കടവിലേക്ക് പോയിട്ട് ചറ പറാന്ന് അങ്ങോട്ട് വല വീശി. വലിപ്പം കുറച്ച് കുറവാണെങ്കിലും വറക്കാൻ പറ്റിയ നല്ല അടിപൊളി മീനുകൾ കിട്ടി. എല്ലാരും കൂടെ അതൊക്കെ പെറുക്കി ബക്കറ്റ് നിറച്ചു. അത് കഴിഞ്ഞ് വെയിൽ കൊള്ളാതെ ചൂണ്ടിടാൻ പറ്റിയ അടിപൊളി സ്ഥലത്തെത്തി. നമ്മൾ മോശമാക്കിയില്ല. ചൂണ്ട നീട്ടിയാൻ കിട്ടും. ഉറപ്പുണ്ടോ? ഉറപ്പാണ് സാധനം. ഇവിടുന്ന് പറഞ്ഞാൽ അടിക്കും. സൈസ് സാധനം പിടിച്ചു. പുള്ളിക്കാരൻ ഇവിടുന്നെങ്കിലും ഒരെണ്ണം പിടിക്കുമെന്ന് നമുക്ക് നോക്കാം. പക്ഷെ ശ്രീജിത്തണ്ണൻ ആ നേരത്തെ പുള്ളിയുടെ മറ്റേ കിളീനെ പിടിച്ചു. അങ്ങനെ അവസാനത്തെ പരീക്ഷണം ഗോതമ്പ് നനച്ചിടലായിരുന്നു. ശ്രീജിത്തണ്ണൻ അപ്പോഴേക്കും നല്ലൊരു ഹമൂറിനെ അടിച്ചുട്ടാ. അപ്പോഴും അരുൺ ചേട്ടന്റെ ഒരു കോൺഫിഡൻസ് കാണണം. പുള്ളി പറഞ്ഞ പോലെ തന്നെ പിടിച്ച്. പക്ഷെ സാധനം വേറെയായിരുന്നു. മീൻ നമ്മൾ കഴിക്കൂല, അതുകൊണ്ടാണ്. അങ്ങനെ അവസാനം അരുണണ്ണൻ കീഴടങ്ങി. അങ്ങനെ ഞാനും അരുണണ്ണനും അന്തസ്സായി ഒരു മീൻ പോലും പിടിച്ചില്ല. ഇതിന്റെ ഫുൾ വീഡിയോ ഞാൻ ഇതാനിക്സിന്റെ വ്ലോഗ് എന്ന യൂട്യൂബ് ചാനലിൽ ഇടുന്നതായിരിക്കും. അകേഷിന്റെ വീട്ടിൽ കൊണ്ടുപോയി രാത്രി മീൻകറിയും ചോറും ഉണ്ടാക്കി അങ്ങ് കഴിച്ചു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഫോളോ ചെയ്ത് കൂടെ മറക്കണ്ട. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.